അതെ, നിങ്ങൾ എന്തിനാണ് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നത്? വെറുതെ റീൽസ് ഒക്കെ കണ്ട് സമയം കളയാൻ വേണ്ടിയാണോ? പക്ഷെങ്കിൽ സ്മാർട്ടായിട്ട് ചിന്തിക്കുന്ന ആളുകളൊന്നും അങ്ങനെയല്ല കേട്ടോ. അവർ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും. അതിന് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. പക്ഷെങ്കിൽ ആദ്യം നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നല്ല റീച്ചും ഫോളോവേഴ്സും എൻഗേജ്മെന്റുമാണ്. അങ്ങനെ ഒരു പ്രൊഫൈൽ നിങ്ങളുടെ ഉണ്ടെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഗ്രോ ചെയ്യിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ്. ഫോളോവേഴ്സും കമന്റും എൻഗേജ്മെന്റും റീച്ചും ഇതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രോപ്പറായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നമ്മൾ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനായിട്ട് ആദ്യം എന്താണ് ചെയ്യേണ്ടത്? നല്ല കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നല്ല കണ്ടന്റുകളുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ഓട്ടോമേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഗ്രോ ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. കൂടുതൽ എൻഗേജ്മെന്റും ഫോളോവേഴ്സും ഏണിംഗ്സും ഒക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പ്രോപ്പർ ആയിട്ട് എങ്ങനെ ഓട്ടോ DM ചെയ്യാമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിവിടെ സൂപ്പർ പ്രൊഫൈലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ അവസാനം വരെ കാണുക. സൂപ്പർ പ്രൊഫൈലിന്റെ ക്രിയേറ്റർ പ്ലാൻ ₹1 എങ്ങനെ കിട്ടും എന്നുള്ള കാര്യം ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് സൂപ്പർ പ്രൊഫൈലിന്റെ ഈ ഒരു വെബ്സൈറ്റിൽ എത്താനായിട്ട് സാധിക്കും. ജസ്റ്റ് ഇതിലൊരു അക്കൗണ്ട് ആദ്യം ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളുടെ ഇമെയിൽ ID, അതേപോലെ മൊബൈൽ നമ്പർ, നിങ്ങളുടെ നെയിം, ഇത്തരം കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ സൂപ്പർ പ്രൊഫൈലിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും കാണാനായിട്ട് സാധിക്കുക. സൂപ്പർ പ്രൊഫൈലിൽ ഓട്ടോമേഷൻ മാത്രമല്ല കുറേയധികം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് അതൊന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ എക്സ്പ്ലോർ ഓൾ ആപ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ പ്രൊഫൈൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓട്ടോ DM ഉണ്ട്, ലീഡ് മാനേജ്മെന്റ്, പേയ്മെന്റ് പേജ്, ഈവന്റ്, ഡിസ്കോഡ് കമ്മ്യൂണിറ്റിയുമായിട്ട് കണക്ട് ചെയ്യാം, ലോക്ക്ഡ് കണ്ടന്റ്, ടെലഗ്രാം മെമ്പർഷിപ്പ്, കോഴ്സ്, അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് ഈ സൂപ്പർ പ്രൊഫൈൽ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? ഓട്ടോ DM ആണ്. അപ്പൊ സൂപ്പർ പ്രൊഫൈൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റത്തില്ല. അതിനായിട്ട് ഈ സൂപ്പർ പ്രൊഫൈലുമായിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രോസസ്സിംഗ് ഞാൻ കാണിക്കുന്നില്ല. കാരണം കാണിച്ചു കഴിഞ്ഞാൽ തന്നെ എന്റെ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ബ്ലർ ചെയ്ത് കാണിക്കേണ്ടി വരും. ഇപ്പൊ നിങ്ങൾ സൂപ്പർ പ്രൊഫൈലിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഡയറക്റ്റ് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇവിടെ നിന്ന് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഓട്ടോ DM എന്ന് പറയുന്ന ഒരു സെക്ഷൻ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു കാര്യം ഞാനിപ്പം ലാപ്ടോപ്പിൽ നിന്നാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിന്നും ഈ സൂപ്പർ പ്രൊഫൈലിന്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് ഇതേ കാര്യം ഇതേ ഇന്റർഫേസിൽ അവിടെയും ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ഓട്ടോമേഷൻസിന്റെ ലിസ്റ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. കുറെ വീഡിയോകളിൽ ഞാൻ ഓട്ടോമേഷൻ കൊടുത്തിരുന്നു. ആ ലിസ്റ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനും മാറ്റങ്ങൾ വരുത്താനും ഡിലീറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള കുറെ ഓപ്ഷൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ചെറിയൊരു ഡാഷ്ബോർഡ് ആണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഇവിടെ DM സെൻഡ് എന്നുള്ളത് 3550 DM ഓട്ടോമേഷനിലൂടെ എന്റെ അക്കൗണ്ടിൽ നിന്ന് സെൻഡ് ആയിട്ടുണ്ട്. അതേപോലെ ഇമെയിൽ കളക്റ്റഡ്, ഫോളോവേഴ്സ് ഗെയിൻഡ് എന്ന് പറയുന്ന ആ സെക്ഷൻ 0 ആണ് കിടക്കുന്നത്. അതിന്റെ കാരണം ഞാൻ ഇതിൽ ഫ്രീ പ്ലാൻ ആണ് യൂസ് ചെയ്തിരുന്നത്. അതായത് നമുക്കിവിടെ ഓട്ടോ DMനോടൊപ്പം തന്നെ നമ്മളെ ഫോളോ ചെയ്യാനുള്ള ഒരു ഫീച്ചറൂടെ എനേബിൾ ചെയ്യാൻ പറ്റും. പക്ഷെങ്കിൽ അത് ക്രിയേറ്റർ പ്ലാനിന് മാത്രമേ ലഭിക്കത്തുള്ളൂ. ഇപ്പൊ ഞാൻ ക്രിയേറ്റർ പ്ലാൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രിയേറ്റ് ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ റൈറ്റ് സൈഡിലുണ്ട്, പ്ലസ് ഐക്കൺ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇൻസ്റ്റാഗ്രാം ഓട്ടോ റിപ്ലൈ, കമന്റ്സ്, DM യുവർ പോസ്റ്റ്, റീൽസ് ആൻഡ് സ്റ്റോറീസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പുതിയൊരു ഫീച്ചറാണ്. ഫേസ്ബുക്ക് മെസ്സഞ്ചറോട് വേണമെങ്കിൽ കണക്ട് ചെയ്തുകൊണ്ട് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അത് ആവശ്യമുള്ളവർ ആ ഒരു സർവീസ് ഇവിടെ ഒന്ന് എടുക്കാൻ പറ്റും. ഞാൻ ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ ക്ലിക്ക് ചെയ്തു. കമന്റ് ഓൺ യുവർ പോസ്റ്റ് ഓർ റീൽ, അതേപോലെ സെൻഡ് യു എ DM, അതായത് DMന് ഓട്ടോമാറ്റിക് റിപ്ലൈ പോകും, സ്റ്റോറീസിന് ഓട്ടോമാറ്റിക് റിപ്ലൈ പോകും. കമന്റ് ഓൺ യുവർ ലൈവ് സെക്ഷൻ, അതായത് ലൈവ് സെക്ഷനിൽ വരുന്ന കമന്റിനും ഓട്ടോ റിപ്ലൈ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. DMs യുവർ പോസ്റ്റ് ഓർ റീൽസ്. അപ്പം ഇത്രയും ഓപ്ഷൻസ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സർവീസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിവിടെ ആദ്യം നോക്കുന്നത് കമന്റ്സ് ഓൺ യുവർ പോസ്റ്റ് ആൻഡ് റീൽ. പോസ്റ്റിനും റീലിലും നമുക്ക് എങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ സ്പെസിഫിക് പോസ്റ്റ് ഓർ റീൽ എന്ന് പറയുന്ന ഒരു സെക്ഷൻ വന്നിട്ടുണ്ട്. അതായത് നമ്മളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകളും ഇവിടെ കാണാൻ സാധിക്കും. റീൽസ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യണമെങ്കിൽ അത് സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ എനി പോസ്റ്റ് ഓർ റീൽ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നെക്സ്റ്റ് പോസ്റ്റ് ഓർ റീൽ, അതായത് നമ്മൾ അടുത്തത് അപ്ലോഡ് ചെയ്യാൻ പോകുന്ന റീലിലോ പോസ്റ്റിലോ നമുക്ക് ഓട്ടോമേഷൻ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. ആ ഒരു റീലോ പോസ്റ്റോ പബ്ലിക് ആകുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഓട്ടോമേഷൻ അതിൽ ആക്ടിവേറ്റ് ആവും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അത് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ മതി. പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാം. സ്പെസിഫിക് പോസ്റ്റ് റീൽ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ഒരു റീൽ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ സ്പെസിഫിക് കീവേഡ്, അതേപോലെ എനി കമന്റ്, 2 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ സ്പെസിഫിക് കീവേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കീവേഡ് കൊടുക്കാം. ഇപ്പം നമ്മൾ ഒരു ട്രിഗർ കീവേഡ് കൊടുക്കുന്നത്, ഇപ്പം ഞാൻ ഈ ഒരു വാക്വം ക്ലീനറിന്റെ വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു വാക്വം ക്ലീനറിന്റെ മോഡൽ റെൻഗോ എന്നാണ്. അപ്പം വേണമെങ്കിൽ നമുക്ക് റെൻഗോ എന്നുള്ള കീവേഡ് കൊടുക്കാം. നമ്മൾ വീഡിയോയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് റെൻഗോ എന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ലിങ്ക്
എന്ന് കമന്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, പലരും റീൽസിൽ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ കാരണം ആ ഒരു കീവേഡ് ആരെങ്കിലും കമന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ട്രിഗർ ചെയ്യുകയും അവർക്ക് അതിന്റെ റിപ്ലൈ ഓട്ടോമാറ്റിക് ആയിട്ട് മെസ്സേജ് പോവുകയും ചെയ്യും. അപ്പൊ നമുക്കിവിടെ റൺ ഗോ എന്ന് കൊടുക്കാവേ. ഞാനിവിടെ റൺ ഗോ എന്ന് കീവേഡ് കൊടുത്തു, അതിനുശേഷം ആഡിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ കീവേഡ്സും കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഞാനിവിടെ ഒറ്റ കീവേഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം എനി കമന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് എന്ത് കമന്റ് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ സെറ്റ് ചെയ്യുന്ന ആ ഒരു ഓട്ടോമേഷൻ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഏത് കമന്റിനും റിപ്ലൈ ആയിട്ട് പോകും. അത് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്പെസിഫിക് കീവേഡും നമുക്ക് സെറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. അതിന് താഴെയായിട്ട് ഓട്ടോ റിപ്ലൈ ടു കമന്റ്സ് ഓൺ യുവർ പോസ്റ്റ്, ഇത് ജസ്റ്റ് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതായത് നമുക്ക് ആര് കമന്റ് ചെയ്തെന്ന് പറഞ്ഞാലും ആ കമന്റിന് ഒരു റിപ്ലൈ പോകും. അതായത് DM അല്ല പോകുന്നത്, ആ കമന്റിന് ഒരു റിപ്ലൈ പോകും. പ്ലീസ് ചെക്ക് യുവർ DM എന്ന് പറഞ്ഞൊരു കമന്റ് റിപ്ലൈ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അത് 3-4 കമന്റ് റിപ്ലൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒക്കെ മാറി മറിച്ചും ഓരോ കമന്റുകൾക്ക് റിപ്ലൈ ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ അതുകൂടെ നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അതിന്റെ ഒരു പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റിൽ കൂടുതൽ എൻഗേജ്മെന്റ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. കൂടുതൽ കമന്റ്സ് നമുക്ക് വരും. അത് നമ്മളുടെ ഇൻസ്റ്റാഗ്രാം റീൽസിന്റെ റീച്ചിന് കുറച്ചധികം പ്രയോജനം ചെയ്യും. അടുത്ത സെക്ഷനിൽ ഇവിടെ സെറ്റ് എ ടൈം ഡിലേ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരാൾ കമന്റ് ചെയ്ത് എത്ര സമയത്തിനുള്ളിലാണ് ആ ഒരു ഓട്ടോമേഷൻ പോകേണ്ടതെന്ന് നമുക്ക് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. 1 മിനിറ്റ് ആണ് ഇത് ഡിഫോൾട്ട് ആയിട്ടുള്ളത്. അത് തന്നെ സെറ്റ് ചെയ്യുക. അതിന്റെ താഴെയായിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ മസ്റ്റ് ആയിട്ട് നിങ്ങൾ എനേബിൾ ചെയ്തിട്ട് വേണം ഓട്ടോമേഷൻ കൊടുക്കാനായിട്ട്. ജസ്റ്റ് ഇത് എനേബിൾ ചെയ്യുന്നതിലൂടെ നമ്മൾ ആ ഒരു ഓട്ടോമേഷൻ അയച്ചു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞതുപോലെ അവർ ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു ഫയൽ അവർക്ക് ക്ലിക്ക് ചെയ്യാനോ ഓപ്പൺ ചെയ്യാനോ സാധിക്കത്തില്ല. അപ്പം മസ്റ്റ് ആയിട്ട് നമ്മളെ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ആ ഒരു സർവീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. അപ്പൊ ആ ഒരു ഫീച്ചറാണിത്. അത് നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അത് ഏത് രീതിയിലായിരിക്കും ആ മെസ്സേജ് പോകുന്നത്, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തം എഡിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. ChatGPT-യിലോ മറ്റോ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഈ മെസ്സേജ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ ഐ ആം ഫോളോവിങ്, അതായത് നമ്മളെ ഫോളോ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഐ ആം ഫോളോവിങ് എന്ന് ഉള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ ലിങ്ക് സെൻഡ് ആവും. അതല്ല എന്നുണ്ടെങ്കിൽ വിസിറ്റ് പ്രൊഫൈലിൽ പോയിട്ട് അവർക്ക് ആ ഒരു നമ്മളെ ഫോളോ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് ആ ഒരു ഫീച്ചർ. അതിനോടൊപ്പം തന്നെ DM ആസ്കിംഗ് ടു ഷെയർ ദെയർ ഇമെയിൽ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമറിന്റെ ഇമെയിൽ ID ഇവിടെ ഒന്ന് കളക്ട് ചെയ്യാം. എന്റെ അഭിപ്രായത്തിൽ ആ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യണമെന്നില്ല. അങ്ങനെയുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ ID ആവശ്യമുണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യാനായിട്ട് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മതി. ഇമെയിൽ ID യോടെ കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് നമ്മുടെ സർവീസ് കിട്ടത്തുള്ളൂ. ആ രീതിയിൽ സെറ്റ് ചെയ്യാം. അതിന് താഴെയായിട്ട് DM കോണ്ടന്റ്, അതായത് DM കോണ്ടന്റ് ആയിട്ട് എന്താണ് പോകുന്നത്, ആ ലിങ്കിനോടൊപ്പം എന്താണ് എഴുതി വേണ്ടത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ആഡ് എ ബട്ടൺ എന്നുള്ളതാണ്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ലിങ്ക് ആഡ് ചെയ്യുക. അതായത് നിങ്ങൾ എന്ത് സർവീസ് ആണോ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആവും, അല്ലെങ്കിൽ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗിന്റെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആവും, നിങ്ങൾ ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്ത് സർവീസ് ആണോ കൊടുക്കുന്നത് അതിന്റെ ലിങ്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ലിങ്ക് ഇവിടെ കൊടുത്തതിന് ശേഷം ജസ്റ്റ് ക്ലിക്ക് മീ എന്നുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബൈ നൗന്നോ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മളുടെ ആ ഒരു ഓട്ടോമേഷൻ നമ്മൾ സെറ്റ് ചെയ്തത് ഏത് രീതിയിലാണ് വരുന്നതെന്ന് ഇവിടെ കാണാനായിട്ട് സാധിക്കുക. ഈ ഒരു ഫോർമാറ്റിലായിരിക്കും, ഒരു പ്രിവ്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെയായിരിക്കും ഇത് വരുന്നത്. ജസ്റ്റ് കൺഫേം ആൻഡ് ലോഞ്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഓട്ടോമേഷൻ ആ ഒരു റീലിലേക്ക് സെറ്റ് ആകും, ആഡാകും. അതിനുശേഷം ആര് ആ ഒരു വീഡിയോയിൽ കമന്റ് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ കൊടുത്തിരിക്കുന്ന കീവേഡ് ഉണ്ടല്ലോ അത് ട്രിഗർ ചെയ്ത് ഉടൻ തന്നെ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ലിങ്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് DM ആയിട്ട് പോകും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, അതിനെ പ്രോപ്പറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ എന്നൂടെ നോക്കുക. യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഈ പറയുന്ന ആമസോൺ അഫിലിയേറ്റ് ഒക്കെ ഉണ്ടല്ലോ, അഫിലിയേറ്റ് ലിങ്കുകൾ നമുക്ക് ഈ പറയുന്ന ഓട്ടോ DM-ലൂടെ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ആളുകൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കമ്മീഷൻ കിട്ടും. ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്ന പരിപാടിയാണ്. ഈ ഓട്ടോ DM യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് പ്രൊഡക്റ്റ്, പുതിയ യൂണിക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തുന്നു, അതിന്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നു. ഈ ലിങ്കുകളെല്ലാം തന്നെ അഫിലിയേറ്റ് ലിങ്കുകളാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആര് പർച്ചേസ് ചെയ്താലും അതിന്റെ ലിങ്ക് ക്രിയേറ്റ് ചെയ്ത ആൾക്ക് അതിന്റെ കമ്മീഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിലൂടെ വലിയ വരുമാനം ഓരോ മാസവും ഒരുപാട് പേര് ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഓട്ടോ DM യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള കോഴ്സുകൾ ഉണ്ടെങ്കിൽ അത് സെല് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് മാർഗ്ഗങ്ങൾ ഇതിലുണ്ട്. അതൊക്കെ നിങ്ങളുടെ കോണ്ടന്റിനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾ അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇതേപോലെ ഓട്ടോ DM സർവീസുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ജസ്റ്റ് നിങ്ങൾക്ക് കമന്റ് ഓട്ടോമേഷൻ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഫ്രീ പ്ലാൻ യൂസ് ചെയ്താൽ മതി. പക്ഷേ അതിൽ ഈ പറയുന്ന ഫോളോവേഴ്സിനെ ഒന്നും ആഡ് ചെയ്യുന്ന ആ ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരത്തില്ല ഫ്രീയിൽ. പക്ഷേ നമ്മൾ ക്രിയേറ്റർ പ്ലാൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സംഭവങ്ങളും ഇതിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ₹1 സൂപ്പർ പ്രൊഫൈലിന്റെ ക്രിയേറ്റർ പ്ലാൻ എങ്ങനെ കിട്ടുമെന്ന് പറയാം. അതിനായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഞാൻ നൽകിയിരിക്കുന്ന ലിങ്കിൽ നിന്ന് ഇതിൽ ജോയിൻ ചെയ്യുക, അതായത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു കൂപ്പൺ കോഡ് നൽകിയിട്ടുണ്ട്, സ്ക്രീനിൽ ആ കൂപ്പൺ കോഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൂപ്പൺ
കോഡ് നിങ്ങൾ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. നോർമലി സൂപ്പർ പ്രൊഫൈലിന്റെ ക്രിയേറ്റർ പ്ലാൻ ആദ്യത്തെ മാസം 99 റുപ്പീസിനാണ് ലഭിക്കുന്നത്. അതിനുശേഷം 499 രൂപ എല്ലാ മാസവും നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഫസ്റ്റ് മന്ത് നിങ്ങൾ ഈ ഒരു കൂപ്പൺ കോഡ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 രൂപയ്ക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 1 രൂപയ്ക്ക് ഈ ഒരു ക്രിയേറ്റർ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്ത് അതെങ്ങനെയുണ്ടെന്നൊക്കെയുള്ള ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് കണ്ടിന്യൂ യൂസ് ചെയ്യണോ വേണ്ടോ എന്നുള്ളതൊക്കെ ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വെറും 1 രൂപയ്ക്ക് നിങ്ങൾക്ക് സൂപ്പർ പ്രൊഫൈലിന്റെ ക്രിയേറ്റർ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓട്ടോ DM ഇപ്പം കമന്റ് ഓട്ടോ DM ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരേ കീവേഡ് തന്നെ എല്ലാ റീൽസിനും കൊടുക്കരുത്. മാറി മാറിയുള്ള കീവേഡ്സ് കൊടുക്കുക. അപ്പം എല്ലാ വീഡിയോയിലും ചിലർ ലിങ്ക് കമന്റ് ചെയ്യാൻ പറയും. പക്ഷെ അങ്ങനെ ചെയ്യില്ല. നിങ്ങൾ മാറി മാറി ആ വീഡിയോയുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് പറയുക. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ രീതിയിലുള്ള ഇഷ്യൂസ് ഒന്നും നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാകാതെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഓട്ടോമേഷൻ യൂസ് ചെയ്യാനും അതിലൂടെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് കൂടുതൽ ഫോളോവേഴ്സിനെ കൊണ്ടുവരാനും നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നല്ല രീതിയിൽ ഗ്രോ ചെയ്തുകൊണ്ട് നമുക്ക് നല്ല വരുമാനം ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഉണ്ടാക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ വീഡിയോയുമായി ബന്ധപ്പെട്ട എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ കമന്റുകൾക്കുള്ള റിപ്ലൈ തരുന്നതാണ്. പിന്നെ നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.